ഭവന നിർമ്മാണത്തിനും ദാരിദ്ര്യ നിർമ്മാണത്തിനും പ്രാധാന്യം നൽകി കുലശേഖരപുരം ഗ്രാമപഞ്ചായത്ത് ബഡ്ജറ്റ് ലൈഫ് സമ്പൂർണ്ണ ഭവന പദ്ധതിക്കായി 13 കോടി രൂപ നീക്കിവെച്ചു. 47 കോടി രൂപ വരവ് പ്രതീക്ഷിക്കുന്നതാണ് ബഡ്ജറ്റ്. ഭവന നിർമ്മാണം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ആരോഗ്യം, ശുചിത്വം, കലാകായിക വികസനം എന്നിവയ്ക്ക് മുൻതൂക്കം നൽകിയാണ് കുലശേഖരപുരം ഗ്രാമപഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചത്. 46.95 കോടി രൂപ വരവും 45.78 കോടി രൂപ ചെലവും 11.17 കോടി രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് എ നാസർ അവതരിപ്പിച്ചത്. വികസന ഫണ്ട് SCP 75,27,000 രൂപ, വികസന ഫണ്ട് ധനകാര്യ കമ്മീഷൻ ഗ്രാന്റ് 1,30,00,000 രൂപ, മെയിൻ്റനൻസ് ഫണ്ട് റോഡ് 1,69,66,000 രൂപ, മെയിൻ്റനൻസ് ഫണ്ട് റോഡ് ദിനം 1,14,30,000 രൂപ. ഭവനരഹിതരായ മുഴുവൻ ഗുണഭോക്താക്കൾക്കും വീട് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ ലൈഫ് സമ്പൂർണ്ണ ഭവന പദ്ധതിക്കായി 13 കോടി രൂപ നീക്കിവെച്ചു. ഹാപ്പിനെസ് പാർക്കിനായി 50 ലക്ഷം രൂപയും വനിതകളുടെ മാനസിക ശാരീരിക ആരോഗ്യ പ്രശ്നങ്ങളും ജീവിതശൈലി രോഗങ്ങളും മുൻകൂട്ടി കണ്ടെത്തുന്നതിനും പ്രതിരോധ നടപടികൾ സ്വീകരിക്കുന്നതിനുമായി വനിതാരത്നം പദ്ധതിക്കായി 8 ലക്ഷം രൂപയും അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികൾ ഏറ്റെടുക്കുന്നതിനായി 23.9 ലക്ഷം രൂപയും ബജറ്റിൽ വകയിരുത്തി. ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി 78.95 ലക്ഷം രൂപയും വയോജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് 16 ലക്ഷം രൂപയും നീക്കിവെച്ചിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്ത് അനക്സ് നിർമ്മാണത്തിന് 25 ലക്ഷം രൂപ വകയിരുത്തി. ബഡ് സ്കൂളിന് സ്ഥലം കണ്ടെത്താൻ 28 ലക്ഷം രൂപ നീക്കിവെച്ചിട്ടുണ്ട്. കാർഷിക മേഖലയിലെ വിവിധ പദ്ധതികൾക്കായി 1.60 കോടി രൂപയും സേവന മേഖലയിൽ 18.59 കോടി രൂപയും വകയിരുത്തി. ബജറ്റ് അവതരണ സമ്മേളനത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനിമോൾ നിസാം അധ്യക്ഷത വഹിച്ചു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.